ഇന്നത്തെ നോമ്പ് എന്താ കഴിക്കാൻ പറ്റുന്നില്ല. ഉണ്ട്, പക്ഷെ ഒന്നും തിന്നാൻ പറ്റുന്നില്ല. ഭയങ്കര സങ്കടം. പാവങ്ങളായ ഞങ്ങളെ മക്കള് ഉപജീവനം തേടി പോകുന്നതാ, വേറെ ആരെയും ദ്രോഹിക്കാനല്ല. നിരപരാധികളാണ്. കൂട്ടുകുടുംബത്തെ ഉപേക്ഷിച്ച് അന്യനാട്ടിൽ പോയിട്ട് ഒറ്റയ്ക്ക് നിന്നിട്ട് അധ്വാനിച്ച് വെയിലെന്ത് മഴയെന്തെന്ന് അറിയാതെ, വിശപ്പെന്തെന്ന് പോലും അറിയാതെ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. അവരാരെ മുതലെടുക്കാനോ ആരെ ദ്രോഹിക്കാനോ പോകുന്നതല്ല. നോക്ക്, ഇറങ്ങുന്നില്ല ഭക്ഷണം. നോമ്പ് തുറന്നിട്ട് മോനെ വിളിച്ചിരുന്നു. പക്ഷെ അവന് കുറേ സമാധാനിപ്പിച്ച്. പല സ്വപ്നങ്ങളും എല്ലാവർക്കും ഉള്ള മാതിരി നമുക്കുണ്ട്. എല്ലാവർക്കും അവരാരെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ തന്നെയാണ് എല്ലാവരും മക്കളെ പറഞ്ഞയക്കുന്നതും ഭർത്താക്കന്മാർ പറഞ്ഞയക്കുന്നതൊക്കെ. പക്ഷെ വല്ലാത്തൊരു അവസ്ഥ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ മകന് എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞിരുന്നു, എനിക്ക് എന്തൊക്കെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്, 2 വാക്ക് പറയണമെന്ന് ഉണ്ട്. ഇൻഷാ അല്ലാ ഞാൻ പറയാം. മതി, ഞാൻ കഴിക്കുന്നില്ല. ഞാൻ ഈ സമയത്ത് വീഡിയോ ഒന്നും ചെയ്യാറില്ല. വീഡിയോ ചെയ്യാൻ വന്നത് എൻ്റെ മനസ്സിലെ കുറച്ച് വിഷമങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അത് എന്നെപ്പോലെ ഒരുപാട് ഉമ്മമാർ വളരെയധികം വേദനയോടെ ഇരിക്കുന്ന സമയമാണ് ഇപ്പോൾ. പരിശുദ്ധമായ റമദാൻ മാസമാണ്. ഈ റമദാൻ മാസത്തിൽ ഇങ്ങനെ ഒരു ട്രാജഡി കേൾക്കുമെന്ന് നമ്മൾ വിചാരിച്ചില്ല, സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് സമാധാനപരമായി മാറ്റിവെക്കേണ്ട, യുദ്ധങ്ങളാണെങ്കിൽ പോലും മാറ്റിവെക്കേണ്ട ഒരു സമയമാണ് റമദാൻ മാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ എനിക്ക് ഒന്നുമില്ല, ഞാൻ ഈ ന്യൂസ് കേട്ടിട്ടില്ലായിരുന്നു. എൻ്റെ മോന് അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ വന്നിട്ട് ഒരു മാസമായിട്ടുള്ളൂ പോയിട്ട്, നിക്കാഹ് കഴിഞ്ഞിട്ട്. എന്നെപ്പറ്റി അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. പക്ഷേ ഇപ്പോൾ അവന് കുറേ പ്രാവശ്യമായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. എൻ്റെ നെറ്റ് തീർന്ന കാരണം ഞാൻ ഷോപ്പിലായിരുന്നു. പിന്നെ എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവൻ എല്ലാവരും വിളിച്ചിക്കണം, ഹസ്ബൻഡിനെ വിളിച്ചിക്കണ്, മരുമോളെ വിളിച്ചിക്കണ്, എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞിരിക്കണം ഉമ്മാനെ കിട്ടിയിട്ടില്ല, ഉമ്മാനെ കിട്ടുക, ഒന്ന് വിളിക്കുക, ആരെങ്കിലും ഒന്ന് വിളിച്ച് പറയുന്നൊക്കെ. അപ്പം ഞാൻ ന്യൂസ് കണ്ടാൽ ബേജാറാവുമെന്ന് വിചാരിച്ചിട്ടാണ് അവന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ നെറ്റില്ലാത്ത കാരണം ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല, പിന്നെ ഷോപ്പിലല്ലേ. അപ്പോൾ ഇവൻ പറഞ്ഞപ്പോഴാണ് എനിക്കാകെ നെട്ടിത്തെരിച്ചു പോയി. ഞാൻ ശരിക്കും ആ അനുഭവം ഞാൻ അനുഭവിച്ച മാതിരിയായിപ്പോയി. എന്താ പറയുക, അവനക്ക് എല്ലാവരോടും പറഞ്ഞാലും കൂടുതൽ എന്നോട് പറയുമ്പോഴാണ് അവനക്ക് ആശ്വാസം കിട്ടുക. എത്ര ധൈര്യമുള്ളവരായാലും എത്ര കരുത്തുള്ളവരായാലും കൂട് വിട്ട് പുറത്തു പോയതാണ്. അവർക്ക് തണൽ ആ രാജ്യം തന്നെ ഉള്ളൂ, പിന്നെ പടച്ചിറമ്പും. ആ നാട്ടിനോടുള്ള ഒരു വിശ്വാസം നമുക്ക് അത്രയാണ് വെച്ചാൽ നമ്മളെ മക്കൾ ധൈര്യത്തിൽ ജീവിക്കാൻ പറ്റും. അധ്വാനിച്ച് ജീവിച്ചാലും അവർ ജീവിച്ചോളും ധൈര്യപൂർവ്വം. നമുക്കും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു നാടാണ് UAE ഒക്കെ, അറബ് രാഷ്ട്രങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് അവരിൽ വിശ്വാസമാണ്. ഇങ്ങനെയുള്ളൊരു സന്ദർഭം ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും നമ്മൾ വിചാരിച്ചിട്ടില്ല. ഒരു അറ്റാക്ക് വരുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇവനിത് പറഞ്ഞപ്പോൾ എനിക്ക് ഇപ്പോൾ ആകെ ഇതായി. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല കേട്ടപ്പോൾ. കാരണം അവരെ തലൻ്റെ മുകളിൽ കൂടെ എന്ന് പറഞ്ഞ മാതിരി അടുത്തു കൂടെ ആണല്ലോ മിസൈൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ തൊട്ടടുത്ത് തന്നെ ഒരു പാകിസ്ഥാനി, അവൻ്റെ തലയിൽ അതിൻ്റെ പീസ് വന്നിട്ട് വീണ് ആ സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടു. അതിന് മുമ്പ് അവർക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, പുറത്തിറങ്ങരുത്, എല്ലാവരും അകത്ത് കയറി ഇരിക്കണം, സുരക്ഷിതമായിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പാലിക്കുന്ന ആളാണ്. ഒരു രാജ്യത്തിൻ്റെ ഏതൊരു കാര്യമാണെങ്കിലും ആ രീതിക്കനുസരിച്ച് ഇട്ടമട്ടയിൽ നടക്കുന്ന ആളാണ്.
അപ്പോൾ ഉമ്മ എനിക്കങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ ഞങ്ങൾ വേഗം ഉള്ളിൽ കയറി നിന്ന് അതിങ്ങനെ പൊട്ടുന്നത് കാണുന്നുണ്ട്. പിന്നെ എവിടെ നിന്നാണ് എന്താണെന്ന് ഒന്നും അറിയുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും ആരാ വിട്ടുകണേ എന്താ വിട്ടുകണേ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ പറഞ്ഞാൽ അമേരിക്കനെ ബേസ് ചെയ്തിട്ടാണ് ഉമ്മ, നമുക്കൊന്നും ഒരു പ്രശ്നമില്ല, അതിൻ്റെ മിലിറ്ററി മറ്റുള്ളവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നത്. എന്തോ എങ്ങനോ ഏതോ ഈ മാസം പവിത്രമായ ഒരു മാസം 2 പിന്നെ നിരപരാധിയായ ഒരുപാട് ആൾക്കാർ ഇതിൽ പെട്ടുപോകുന്നുണ്ട്. ഞങ്ങളെ കുഞ്ഞുങ്ങളൊന്നും ആരും ഒന്നും ചെയ്യാൻ പോകുന്നതല്ല, അധ്വാനിച്ച് കുടുംബം പോറ്റാൻ വലിയ വലിയ സ്വപ്നങ്ങളായിട്ട് പോകുന്നവരാണ്. ഇരിക്കക്കൂറ് പോലും ഇല്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്, അവരൊക്കെ അത് തേടിയിട്ട് പോകുന്നവരാണ്. ആ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു രാജ്യത്തിനെ വഞ്ചിക്കാനോ ചതിക്കാനോ അല്ല വേറെ എന്തെങ്കിലും നേടിയെടുക്കാനോ അങ്ങനെയുള്ള ആരെങ്കിലും പറ്റിച്ച് നേടാനോ ഒന്നുമല്ല, അധ്വാനിച്ച് ജീവിക്കാൻ വേണ്ടി മാത്രം പോകുന്ന പൈത മക്കളാണ്. എന്നെ പോലുള്ള ഒരുപാട് ഉമ്മമാരെ കണ്ണീര് ഈ മാസം പവിത്രമായ മാസത്തിൽ നിങ്ങൾ വീഴ്ത്തരുത്. എൻ്റെ വാക്ക് ആരും കേൾക്കില്ലെന്നറിയാം, പക്ഷെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാണ്. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാക്കരുത്. ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ആവണം മോനെ, വേഗം പോര്, നമുക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് ജീവിക്കാം, നമുക്ക് വീടൊന്നും വേണ്ട, കടങ്ങളില്ലല്ലോ, ലേശക്കടലുള്ളൂ, അതും കൂടെ വീട്ടി നമുക്ക് സ്വസ്ഥമായിട്ട് ഉള്ളത് കൊണ്ട് നമ്മുടെ നാട്ടിൽ ജീവിക്കാം. അപ്പോൾ അവൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള സംഭവം വരുമ്പോൾ ഫ്ലൈറ്റൊക്കെ ബന്ധാക്കും, എയർപോർട്ടൊക്കെ അടക്കും, വില കൂടെ പോകുന്ന സംഭവമല്ലേ, അപ്പോൾ അങ്ങനെ ഒരിക്കലും ആൾ വരാനൊന്നും പറ്റില്ല. അപ്പോൾ അവരെത്ര ധൈര്യത്തിൽ നിൽക്കുകയാണെങ്കിലും അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു സന്ദർഭം വരുന്ന സമയത്ത് രക്ഷിതാക്കളെടുത്തോ അല്ലെങ്കിൽ അവരെ പ്രിയപ്പെട്ടവരെടുത്തോ വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് അവർക്കും ആ മനസ്സിൽ തോന്നുന്നത്. ദയവ് ചെയ്ത് ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ എന്താ പറയുക, മാസത്തിൽ വർക്കത്ത് കൊണ്ട് ഒരു മക്കൾക്കും ഈ ഗതിയൊന്നും വരാതിരിക്കട്ടെ, ഒരു മക്കൾക്കും ഇതുപോലെ അപകടങ്ങളോ ആപത്തുകളൊന്നും വരാതിരിക്കട്ടെ. എപ്പോഴും 5 വക്ത് നിസ്കാരത്തിലും ദ്വാ ചെയ്യുന്നതാണ്. ഞങ്ങളെ കുട്ടികളും ഞങ്ങളെ അയൽവാസികളും ഞങ്ങളെ മാതാപിതാക്കളെ ഇതിലേക്ക് ആക്കണേ. അതുപോലെ തന്നെ ഞങ്ങളെ മക്കളും മരുമക്കളും വേറെ കുട്ടികളും അതുപോലെ ഭർത്താക്കന്മാരും ഒക്കെ അന്യ ദിക്കിൽ പോയി കേൾക്കുന്നുണ്ട്. അവിടെ നീ സുരക്ഷിതമാക്കണേ എന്നുള്ള പ്രാർത്ഥന ഏത് നേരവും ഉള്ളത്. അപകടങ്ങൾ കേൾക്കുന്നത് ഇഷ്ടമല്ല, ആർക്കും അത് ഇഷ്ടമല്ല, ആർക്കും അത് രസിക്കൂല. പക്ഷേ എന്താണ് ഇതുകൊണ്ട് നേട്ടം എന്നുള്ളത് എനിക്കറിയില്ല, അത് അവർക്കേ അറിയുള്ളൂ. പക്ഷെ പറയാനുള്ളത് ഒരുപാട് കണ്ണീരാണ് ഇതിൽ നിന്നിൻ്റെ പിന്നിൽ നിങ്ങൾക്ക് കിട്ടുന്നത്, ഒരുപാട് വേദനകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് ആരാണിത് ചെയ്യുന്നെങ്കിലും അവർക്ക് താൽക്കാലിക വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ മറ്റുള്ളവർ കാലങ്ങളോളം കണ്ണീരിലാഴ്ന്ന് കിടക്കും. എന്തൊക്കെയോ മനസ്സിന് കുറച്ച് ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. എന്നെപ്പോലുള്ള കുറച്ച് അമ്മമാരുണ്ടായിരിക്കും, അവർക്കെങ്കിലും വേണ്ടി ഞാനിത് പറയുകയാണ്. അവർക്ക് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക, തീരെ വയ്യ. കാരണം പെട്ടെന്ന് നോറ്റ പാടുള്ള ഒരു അറ്റാക്കാണ് ഞാൻ കേട്ടത്. ഞാൻ നേരെ മീഡിയ 1 എൻ്റെ മുന്നിൽ വന്നത് നോക്കിയാൽ പിന്നെ ഫുള്ള് ഇതൊക്കെ തന്നെ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും മെസ്സേജ് അയക്കൽ കൊടുത്തി. ആകെ സത്യം പറഞ്ഞാൽ ആകെ താളം തെറ്റിയിട്ടുണ്ട്. എന്തോ കുറച്ച് കഴിഞ്ഞാൽ നോർമൽ ആകും ഞാൻ എന്ന് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും മനസ്സങ്ങനെ തന്നെയാണ്, എല്ലാത്തിനും പരുവപ്പെടുത്തിയിട്ടാണ് ഞാൻ കൊണ്ടുവരുന്നത്. എന്നാലും 2 വാക്ക് ഞാൻ നിങ്ങളോട് പറയുകയാണ്, എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. നമ്മുടെ മക്കൾ അതുപോലെ തന്നെ ഇങ്ങനെ യുദ്ധം ചെയ്യാൻ മനസ്സുള്ളവരുടെ മനസ്സ് മാറിക്കൊടുക്കാനും. ഒന്നും യുദ്ധം ചെയ്തിട്ട് ആരും നേടിയവരില്ല, താൽക്കാലികമുള്ളൂ. അല്ല എത്ര ഒരു എന്തോ ഇന്നത്തെ നോമ്പ് അങ്ങനെ പോയി. ഇനിയൊരു മനസ്സമാധാനം തിരിച്ച് കിട്ടുക എന്ന് ചോദിച്ചാൽ അള്ളാഹു തരണം, അത്രയൊക്കെ പറയാനുള്ളൂ.